ഒരു ഭംഗി കുറവാണ് വെള്ളം ഒഴിച്ച് റെഡിയാക്കുന്നത്. പക്ഷെ ഇതിന് നല്ല ഭംഗി കൂടുതലും ലോങ് ടൈമിൽ, അതായത് 3-4 വർഷം വരെയൊക്കെ ഇരിക്കും സംഭവം. ഇത് അതാണ് ഇത് ആവശ്യപ്രകാരമാണ് 2 രീതി സംസ്കരിക്കുന്നുണ്ട്. ഇപ്പം ആദ്യത്തെ രീതി ഒന്ന് പറഞ്ഞു കൊടുത്തത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് സുന്ദരൻ ചേട്ടന്റെ കൊടംപുളി മരത്തിന്റെ ചുവട്ടിലാണ്. എന്ന് വെച്ചാൽ നല്ലൊരു വീഡിയോ, കൊടംപുളിയെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും, കൊടംപുളി ദീർഘകാലം എങ്ങനെ കേടുകൂടാതിരിക്കാം, അതുപോലെ കൊടംപുളിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള പ്രോസസ്സിങ് നമുക്ക് വേണ്ടി സുന്ദരൻ ചേട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും അല്ലെ. നമ്മുടെ കർഷകർക്കും ഈ കൊടംപുളി കൃഷിയുള്ളവർക്കും അതുപോലെ മഴയത്തും വെയിലത്തും പല കാലാവസ്ഥയിലും എങ്ങനെ കൊടംപുളി സംസ്കരിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. നമ്മൾ ഇവിടുന്ന് കുറെ കൊടംപുളി കണ്ട് പെറുക്കി ഇട്ടിട്ടുണ്ട്. ഇതിനി എങ്ങനെയാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പ്രോസസ്സിങ് കാണാം അല്ലേ. ഇനിയിപ്പോ നമ്മൾ പോകാൻ പോകുന്നത് ഇത് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയിട്ടാണ് ഇത് ഉടയ്ക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം. കഴുകി എടുത്തതിന് ശേഷം ആണ് നമ്മളിതിനെ പൊട്ടിക്കുന്നത്. പരമാവധി നമ്മൾ പൊട്ടിക്കുമ്പോൾ, ഈ പുളി പൊട്ടിക്കുമ്പോൾ കൈ കൊണ്ട് തന്നെ ഉടച്ച് പൊട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഇരുമ്പ് ഐറ്റംസ് ഒന്നും തൊടാതിരിക്കുന്നതായിരിക്കും നല്ലത്, പഴയ ആൾക്കാർ പറയുന്നത്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓവറായിട്ടുള്ള ഒരു പുളി, ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കൈ കൊണ്ട് മാത്രം വെച്ച് തീർക്കാൻ പറ്റത്തില്ലായിരിക്കും. അങ്ങനെ വരുമ്പം ഒന്നീ അലക് റെഡിയാക്കിയത്, അല്ലെങ്കിൽ തടി കഷ്ണം കനം കുറച്ച് ചെത്തി എടുത്തിട്ട്, അതല്ലെങ്കിൽ പിന്നെ കൈ കൊണ്ട് ഇതുപോലെ തന്നെ നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മാംസം, ഈ കാണുന്ന മാംസം കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു കൊട്ടയ്ക്കകത്തിട്ട് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. പുളി നമ്മൾ പൊട്ടിച്ചതിന് ശേഷം പിന്നെ വെള്ളത്തിൽ കഴുകാൻ പാടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്തെന്ന് പറയാൻ ഒരു തേൻ്റെ മാതിരി നല്ലൊരു മധുരവും കാര്യങ്ങളൊന്നും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന പുളിയും മധുരവും കൂടെ ചേർന്നിട്ട് ഈ പുളിക്ക് വേറെ ടേസ്റ്റായി. കാരം പിടിക്കാനുള്ള അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് കറിക്കകത്തുണ്ടാകത്തില്ല. ചില ആൾക്കാർ കഴുകിയെടുക്കുന്നുണ്ട്, പക്ഷെ അത് ശരിയായ ഒരു രീതിയല്ല. കഴുകേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ. ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ചേരെന്ന് പറയുന്നത്. പുളി ഉണക്കാനുള്ള ആ ഒരു ചേറിൻ്റെ സംവിധാനമാണ് ഈ കാണുന്നത്. ഇതിനടിയിലാണ് നമ്മൾ പുക കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ഹൈറ്റിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. 1 ഇഞ്ച് സ്ക്വയറിലുള്ള മെഷാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതിൻ്റെ മേലോട്ടാണ് നമ്മൾ ഫസ്റ്റിലെ പുളി കഴുകി വൃത്തിയായി കൊണ്ടതിന് ശേഷം ഉണക്കാൻ വേണ്ടി ഇടുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ പുളി വാരിയിട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടിയിൽ തീ കൊടുക്കുകയാണ്. തീ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അറക്കപ്പൊടി ഉണ്ടല്ലോ, അറക്കപ്പൊടി തൊണ്ട് ആദ്യം ഒരു ലെയർ തൊണ്ട് നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതാണ് അറക്കപ്പൊടി ഇട്ട് കൊടുക്കും. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ വെറും ഒരു ശുദ്ധതയാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പുളി മരത്തിൽ നിന്ന് പച്ചപ്പുളി തന്നെ വെട്ടിയിട്ടിട്ട് ടയറും ഒക്കെ ഇട്ട് കറുപ്പിച്ച് കൊണ്ടുവരും. അത് ഭയങ്കര വിഷമുള്ള സാധനമാണ്. നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ വൃത്തിയായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഭംഗിയായിട്ടാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിപ്പം ഉടച്ച പുളി കൊണ്ടുവന്ന് നമ്മൾ ഈ ചേരിൽ നിരത്തി ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇതിലടി തീ കൊടുക്കുന്നു. അതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇപ്പം നാളെ നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരുന്ന പുളി ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയമാകുമ്പോഴത്തേന് ഒരു ദിവസം ആകുമ്പോഴത്തേന് ഈ ഒരു പരുവമാവും. അത് നമ്മൾ നേരെ മേളത്തെ സ്റ്റെപ്പിലോട്ട് ഇടും. ഇത് ഒരു ദിവസം നമ്മൾ ഇതിന് തീയിട്ടതിന് ശേഷം രണ്ടാമത്തെ ദിവസം പിന്നെ ഇപ്പൊ പുളി അങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഇത്രയും വാടിയതിനു ശേഷം ഇതിന്റെ മേളിൽ ഒന്നുകൂടെ ഇടും. ഇപ്പൊ ഒന്നും ആയിട്ടില്ല ഇത്. അപ്പൊ ഇതിനി ഒന്നുകൂടെ പുകയൊക്കെ തട്ടിയിട്ട് ഡ്രൈ ആവുകയും ചെയ്യും, ഉണങ്ങുകയും ചെയ്യും നല്ലതുപോലെ. ഇവിടെ തന്നെ ഇട്ട് അല്ല, കംപ്ലീറ്റ് ഇവിടിട്ടല്ല. കംപ്ലീറ്റ് ഇട്ട് ഉണക്കുവാണെങ്കിൽ ഓവർ കറുത്തു പോകും. ഈ പൊഹാറ ഓവർ കറുത്തു പോകും. അത് നമ്മൾ കറിക്കകത്തിടുമ്പം ഈ പൊഹാറയുടെ ചവ വരും. പുക ചവയ്ക്കും. അതുകൊണ്ട് നമ്മൾ അത് പാടില്ല. ഇതിപ്പം ഇത് വാടി നാളെ ഇങ്ങോട്ട് കയറ്റുമ്പോൾ ഇതിനെ വെളിയിലെടുക്കും നമ്മൾ. ഈ സംഭവം ഇന്നലെ ഇട്ടേക്കുന്ന ഈ പുളി നമ്മൾ വെളിയിലെടുത്തിട്ട് നമ്മൾ വെയിലെടുത്തിട്ടാണ് പിന്നെ ഉണക്കുന്നത്. അപ്പം അതാണ് ചേരിനെ കുറിച്ച് ഇപ്പൊ ഏറെക്കുറെ നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ചേരിൽ 2 ദിവസം. ആദ്യത്തെ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞു. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു തന്നു. അടുത്ത മൂന്നാമത്തെ നമ്മൾ ആ ചേരിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വെയിലത്തിട്ട്
ഉണക്കുന്ന ഒരു രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനി നല്ലപോലെ ഉണങ്ങി കൈ പതുങ്ങുന്ന സമയം വരെ ഉണക്കിയിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് ഉണങ്ങാൻ ഇടുമ്പോഴേ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇടണോ? അങ്ങനെ ഇല്ല, പിന്നെ ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണങ്ങുന്ന ഇത് പെട്ടെന്നായിരിക്കും. അങ്ങനെ എത്ര ദിവസം വെയിലത്തിടണം? ഇത് ഒരു ദിവസം, 1 2 ദിവസം, വെയിലിന്റെ ചൂടിന്റെ അനുസരിച്ചിരിക്കും. ഇപ്പൊ ചൂട് കുറവുള്ള സമയത്താണെങ്കിൽ നമ്മൾ 2 ദിവസം ഇട്ട് ഉണക്കേണ്ടി വരും. അത് നമ്മൾ പുളി കൈകൊണ്ട് എടുക്കുമ്പോൾ വാരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രമാത്രം എങ്ങനെയാണ് ഇതിന്റെ പരുവം എന്നുള്ളത്. അത് നമ്മൾ ചേരിൽ നിന്ന് ആദ്യം എടുത്തത്, ഇത് ചേരിൽ നിന്ന് ഇറക്കി വെയിലത്ത് 2 ദിവസം ഇട്ട പുളിയാണ് ഈ കാണുന്നത്. ഇതിന്റെ ഉണക്കത്ര പോരാ, ഇനി നമ്മൾ ഒരു വെയിലൂടെ കൊള്ളിക്കുക. 1 ദിവസം വെയിലൂടെ കൊള്ളിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുത്ത പ്രോസസ്സിങ്ങിലോട്ട് നീങ്ങുന്നത്. ഇതിന്റെ അടുത്ത രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിലിലോട്ടാണ് കിടക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 1 കിലോ പുളിക്ക് 250 രൂപ റേറ്റിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു 10 കിലോ തൊട്ട് മേപ്പോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് 230 രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മുടെ കസ്റ്റമേഴ്സ് അവർ ആവശ്യപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ പുളി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഒരു കച്ചവടക്കാരന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് 30 കിലോ പുളി ഇല്ലേ, 30 കിലോ പുളി നമ്മളൊരു കച്ചവടക്കാരന് വേണ്ടി ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഉപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് നല്ലപോലെ വെട്ടിത്തിളപ്പിച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ തണുക്കാൻ വേണ്ടി വെച്ചിട്ട് ആ വെള്ളം തളിച്ചാണ് നമ്മളിതിനെ ഈ മയമാക്കി എടുക്കുന്നത്. അത് ബിസിനസ്സിന് പോകുന്നത്. പിന്നെ അല്ലാതെ ഇനി നമുക്ക് അടുത്തത് എണ്ണയും ഉപ്പും പുരട്ടി വെക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് നമ്മുടെ വീട്ടുകാർക്ക് അത് ആ രീതിയിലാണ് നമ്മൾ യഥാർത്ഥം ചെയ്തത്. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിങ് ആ രീതിയാണ്. പക്ഷെ ഇതിപ്പോൾ ഇത്രയും പുളി, എനിക്ക് ഇത്ര കിലോ പുളി ഇന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഈ രീതി ചെയ്തു കൊടുക്കുന്നത്. അത് ദീർഘകാലം ഇരിക്കാൻ വേണ്ടിയാണോ അങ്ങനെ? ദീർഘകാലമല്ല, അപ്പൊ അവർക്ക് പുളിക്ക് ക്വാളിറ്റിക്കൊന്നും യാതൊരു മാറ്റവും വരത്തില്ല. ഇപ്പൊ ബിസിനസ്സുകാർക്ക് എന്ന് പറയുമ്പോൾ അവർ ഇങ്ങനെ പുളി വാരിട്ട് നോക്കുന്നുണ്ട്, നല്ല മയമായിരിക്കും ഈ പുളിക്ക്. പക്ഷെ എണ്ണയും ഉപ്പ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ വാങ്ങിക്കുന്നതാണ്. അതെന്ന് പറയുമ്പോൾ കുറച്ച് ലോങ് ടൈം കൂടുതൽ സമയം ഇരിക്കും. 3-4 വർഷം വരെയൊക്കെ ഇരിക്കും സംഭവം. അതാണ് ഇത് തമ്മിലുള്ള. ഇതിനുവേണ്ടി ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേരള വെളിച്ചെണ്ണ. അതിന്റെ പാക്കറ്റൊക്കെ കൂടെ ഉണ്ട്. വെളിച്ചെണ്ണയും പൊടിയുപ്പാണ് ഇടുന്നത്. നല്ലപോലെ വെളിച്ചെണ്ണയിൽ ഉപ്പ് പൊടി അല്ല, ആദ്യം ഉപ്പ് പൊടി ചേറിയതിന് ശേഷം എന്നിട്ട് നമ്മൾ ഇപ്പൊ ഇത് നിരത്തിയും കിട്ടും. നമ്മൾ ഈ കിടക്കുന്ന പോലെ നിരത്തിയും കിട്ടതിന് ശേഷം അതിനകത്ത് ഉപ്പ് കയറും. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. മൊത്തത്തിൽ എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ ഇതിപ്പോ ഈ പുളി കണ്ടോ, ഇതിന്റെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളിലും കണ്ടിട്ടുണ്ട്. അതെ, കണ്ടോ, അതാണ് ഇതിന്റെ വ്യത്യാസം. ഈ പുളി എന്ന് പറയുമ്പോൾ ഒരു 4 വർഷം വരെയൊക്കെ ഇരിക്കും. ഈ പുളി 4 വർഷം വരെ ഒരു കേടും 4 വർഷത്തിൽ കൂടുതലൊക്കെ ഇരിക്കാനുള്ള ചാൻസ്. എനിക്കത് എന്റെ കഴിഞ്ഞ വർഷത്തെ പുള്ളി ഞാൻ ഈ പ്രാവശ്യമാണ് വിറ്റ് തീർന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാ സുഹൃത്തുക്കൾക്കും, എൻ്റെ കർഷക സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും വലിയ നമസ്കാരം.